അമ്മ എൻ്റേത് മാത്രമാണ്. അമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അമ്മയുടെ സ്നേഹം പങ്കിട്ട് പോകാൻ പാടില്ല. അടുത്തൊരു കുട്ടി വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ചിത് ശ്രദ്ധിക്കണം. രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുന്നതിന് മുൻപേ നമ്മൾ ആദ്യ കുട്ടിയെ പ്രത്യേകം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് കമ്പാരിസൺ ബേസ്ഡ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി അടുത്ത കുട്ടിയുടെ ഒരു വിരോധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ കാര്യത്തിലായാലും സഹോദരങ്ങൾക്കിടയിലായാലും എല്ലാം ഇത് ഒരു കമ്പാരിസൺ വരുമ്പോൾ ആരെയാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വിരോധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊരു ഇമോഷൻസ് നമ്മുടെ കുട്ടികളെ ഭരിക്കാനിടയായി ആ കുട്ടി അല്ലാതായി മാറും. അവരുടെ ഭാവി തന്നെ അവതാളത്തിലാവും. അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകാതെ ഈ വിരോധത്തിലേക്ക്, ഈ കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഇൻസെക്യൂരിറ്റിയിലേക്ക് അവർ ട്രിഗർ ചെയ്യപ്പെടും. അത് പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് അത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 10 കുട്ടികളുണ്ടെങ്കിൽ പോലും അമ്മയെ ഈ 10 മക്കളും അമ്മേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എത്ര ഭക്തന്മാരുണ്ടായാലും ഗുരുവായൂരപ്പൻ എല്ലാ ഭക്തരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഭക്തർക്ക് തോന്നും കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ. ഇതേ മായ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളോടുള്ള സ്നേഹത്തിന് നമുക്ക് യാതൊരു വേർതിരിവോ ഏറ്റക്കുറച്ചിലുകളോ ഇല്ല. പക്ഷെ കുട്ടികൾക്കത് തോന്നാൻ പാടില്ല. സഹോദരങ്ങൾക്കിടയിൽ ചെറുപ്പം മുതലേ ഒരു ഐക്യമില്ലാതായി പോകും. അത് അവരുടെ ഭാവിയെ തന്നെ ബാധിക്കാനിടയുണ്ട്. അത് പാടില്ല. കുട്ടികൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചെറുതിലെ തന്നെ കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി, അത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വേദന വന്നാൽ അവിടെ സ്നേഹമോടില്ലാതായി മാറുന്നു. അവിടെ അത് വിരോധം മാത്രമേ അവിടെ വർക്കാവുന്നുള്ളൂ. സ്നേഹം എന്ന് പറയുന്നത് വളരുന്നതാണ്. അത് ബന്ധങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നതാണെന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ചെറുതിലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വളരെ നിസ്സാരമായിട്ട് എടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കുട്ടികൾക്കിടയിൽ ഐക്യം എപ്പോഴും ഉണ്ടാവണം. മറ്റുള്ളവരെ ആദരിക്കാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഒരു വിശ്വാസമായാലും അടുത്തൊരു ബന്ധമായാലും ആരെയും നിന്ദിക്കാനല്ല, മറ്റുള്ളവരെ ആദരിക്കാൻ. കാരണം എന്നെപ്പോലെ തന്നെയാണ് അടുത്ത കുട്ടിയുടെയും ജീവൻ. എല്ലാം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. നമ്മുടെ എല്ലാം അടുത്ത വീട്ടിലെ കുട്ടിയും സഹോദരങ്ങളുടെ മക്കളാണ്. നമ്മളെല്ലാം ഒന്നാണ്. സർവേശ്വരനിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കുമ്പോൾ നമ്മുടെ ഈശ്വരനാണ് ഇത് വേദനിക്കുന്നത്. അത് പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാനൊരു വീഡിയോയിൽ ഇത് കുറച്ച് വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. കമ്പാരിസൺ ബേസ്ഡ് ഇൻസെക്യൂരിറ്റി കുട്ടികൾക്കുണ്ടാകാതെ പ്രത്യേകം നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.